നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും താന്ത്രിക് കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വശ്യം എന്ന് പറയുന്ന കർമ്മത്തെ കുറിച്ചാണ്. പല ആൾക്കാരും എന്നോട് എഴുതി ചോദിക്കുകയുണ്ടായി, ഫോൺ വിളിച്ച് മെയിൽ അയച്ചു ചോദിക്കുകയുണ്ടായി, വശ്യം എന്ന് പറയുന്ന ഒരു കർമ്മമുണ്ടോ, അത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്? തീർച്ചയായിട്ടും വശ്യം എന്ന് പറയുന്ന ഒരു കാര്യം സത്യസന്ധമാണ്. വശ്യം എന്ന് പറഞ്ഞാൽ ആകർഷണം എന്നാണ് അർത്ഥം. ഹൈന്ദവ ആചാരപ്രകാരം അഷ്ടകർമ്മത്തിലുള്ള ഒരു കർമ്മമാണ് വശ്യം. അതായത് ഏതെങ്കിലും ഒരു ആ വ്യക്തിയെ നമ്മളിലേക്ക് സ്വാധീനിക്കണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുമായിട്ട് നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തിയെ നിത്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തികളെ അല്ലെങ്കിൽ ആ വ്യക്തിയെ നമ്മളിലേക്ക് ആകർഷിപ്പിക്കാൻ സാധിക്കും. അതുപോലെ നമ്മളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തി, ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് നമുക്കൊരു ഇഷ്ടത്തിലുണ്ടായിരുന്നു, കുറച്ചു കാലങ്ങൾക്ക് ശേഷം ആ വ്യക്തി നമ്മളിൽ നിന്ന് അകന്നുപോയി, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കോണ്ടാക്ട് നമ്മളിൽ ഇപ്പോൾ ഇല്ല. അപ്പൊ അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങളെയൊക്കെ ഒരു പരിധി വരെ നമ്മൾക്ക് സോൾവ് ആക്കാൻ സാധിക്കും ഈ വശ്യകർമ്മത്തിലൂടെ. വശ്യകർമ്മത്തിൽ സിദ്ധി വന്നിട്ടുള്ള ആചാര്യന്മാർ ചെയ്തു കൊടുത്താൽ മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ഫലവത്താവുന്നത്. വശ്യകർമ്മക്കൂട്ടുകളിൽ പൂർണ്ണമായിട്ടും താന്ത്രികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഇതിൽ പ്രധാനമായിട്ടും വശ്യമഷി എന്ന് പറയുന്ന ഒരു കൂട്ടുണ്ട്. ആചാര്യന്മാർ സിദ്ധി ചെയ്ത് തീർക്കപ്പെട്ടിട്ടുള്ള ചില മഷിക്കൂട്ടുകളാണ് ഇതിൻ്റെ അകത്തെ പ്രധാന കാര്യങ്ങൾ. ചില അമൂല്യ തരം പ്രകൃതിയിൽ നിന്നുണ്ടാവുന്ന ചില വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ഈ വശ്യമഷിക്കൂട്ടുകൾ നിർമ്മിക്കുന്നത്. അത് സിദ്ധി ചെയ്തെടുത്ത ഓരോ ആചാര്യന്മാരും അവരുടെ ഉപാസനാമൂർത്തി മൂലമന്ത്രം ഉപയോഗിച്ച് സിദ്ധി ചെയ്തെടുക്കുന്ന വശ്യമഷിക്കൂട്ടുകളാണ് ഈ താന്ത്രിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. സാധാരണയായി നമ്മൾ കണ്ടുവരാറുള്ള കുടുംബത്തിലെ ഭാര്യാഭർത്തൃ ബന്ധം, ആ ദാമ്പത്യ ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ പൊരുത്തക്കേടുകൾ, ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹമില്ല, അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയോട് സ്നേഹമില്ല, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഈ ഒരു വശ്യകർമ്മം ഉപകാരപ്രദമാണ്. അതുപോലെ നമ്മളുടെ കർമ്മമേഖലയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരു കർമ്മമേഖലയായിക്കോട്ടെ, അത് വ്യാപാരമായിക്കോട്ടെ, അത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻസിലൂടെ മാത്രം ചെയ്യുന്ന വ്യാപാരമാണ്, ബിസിനസ്സാണ്, കർമ്മമാണ് എങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ജനവശ്യം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ജനങ്ങളെ നമ്മളിലേക്ക് ആകർഷിക്കും. അതുപോലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് പൊതുവായിട്ട് ഇത്തരത്തിലുള്ള വശ്യം, നമ്മളിൽ ഏതൊരു വ്യക്തിയിലെയും സ്വാധീനം എന്ന് പറയുന്നത് ആ വ്യക്തിയിലെ വശ്യത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അപ്പൊ തീർച്ചയായിട്ടും ഒരു പരിധി വരെയൊക്കെ വശ്യകർമ്മത്തിൽ അതിനുള്ള പ്രതിവിധിയുണ്ട്. വശ്യകർമ്മത്തെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ കാര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക, എന്റെ നമ്പറിൽ വാട്സപ്പ് അയക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞു തരുന്നതാണ്. വശ്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നവുമായിട്ട് ഈ വശ്യത്തിന് എന്തെങ്കിലും സാമ്യമുണ്ടോ, അല്ലെങ്കിൽ ഈ വശ്യകർമ്മത്തിലൂടെ നിങ്ങളതായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റുമോ എന്നുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. എന്നോട് സംശയം ചോദിക്കുന്നതിന് എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ അടുത്തുനിന്ന് കർമ്മം ചെയ്യണമെന്നോ പൂജ ചെയ്യണമെന്നോ അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. നിങ്ങളുടെ ആ സംശയത്തിനുള്ള മറുപടി, എന്നിൽ അറിവുള്ള കാര്യങ്ങൾക്ക് മറുപടി തരിക എന്നുള്ളത് ഒരു ആചാര്യന്റെ കടമയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ വിളിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക. നന്ദി, നമസ്കാരം.